ഹായ് ഫ്രണ്ട്സ്, ബിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിരിക്കും. പക്ഷെ അതിനുള്ള പണമായിരിക്കും ശരിക്കും എല്ലാവർക്കും ഒരു വെല്ലുവിളി. ഒരു ഭൂരിഭാഗം ആൾക്കാരും അത് ബാങ്ക് ലോൺ വഴിയായിരിക്കും അവരുടെ പണം അച്ചീവ് ചെയ്യുന്നത്. ഈ ബാങ്ക് ലോണിൻ്റെ പലിശ അവരവരുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പലിശ നിരക്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ ഹൗസ് ലോൺ ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ദിസ് ഇസ് വി ഫോർ us. ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട്. നമ്മൾ ഈ ഹോം ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യമേ പറഞ്ഞു തുടങ്ങാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഓഫറുകളെ കുറിച്ചാണ്. ഈ ഹോം ലോൺ എടുക്കുമ്പോൾ പല ബാങ്കുകളും പല ഓഫറുകളാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഫീസിനെ കുറിച്ചാണ്. പല ബാങ്കുകൾക്കും പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസ് ആയിരിക്കും. സോ നമ്മൾ മാക്സിമം കുറഞ്ഞ റേറ്റുള്ള പ്രോസസ്സിംഗ് ഫീസിലുള്ള ബാങ്കിന്റെ ലോണിനെ മാത്രം നമ്മൾ ആശ്രയിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചാണ്. ക്രെഡിറ്റ് സ്കോർ കൂടുന്തോറും നമുക്ക് ബാങ്കുകൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ലോൺ തരുന്നതാണ്. സോ നമ്മൾ മാക്സിമം ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ബാങ്കുകളുടെ നിന്ന് ലോൺ വളരെ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ EMI മുടക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ആ EMI മുടക്കി കഴിഞ്ഞാൽ അതിന്റെ പെനാൽറ്റി വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്കിൽ ചോദിച്ചു വെക്കുക പ്രീ ക്ലോഷർ, അതായത് മുന്നേ നമ്മൾ കാലാവധി 15 വർഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 15 വർഷത്തിന് മുന്നേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ക്ലോഷർ ചെയ്യാൻ പറ്റുമോ, അതിന് എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കി വെക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ചും പ്രോസസ്സിംഗ് ഫീസിനെ കുറിച്ചും നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ ബാങ്ക് നമ്മൾ എടുക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യ 8.30% ആണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രോസസ്സിംഗ് ഫീസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് 8.35 റേറ്റിലാണ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് തരുന്നത്. അതുപോലെ തന്നെ 0.50% ലോൺ എമൗണ്ടിന്റെ അവർ പ്രോസസ്സിംഗ് ഫീനായിട്ട് എടുക്കുകയും ചെയ്യും. മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് LIC ഹൗസിംഗ് ഫിനാൻസിന്റെ ആണ്. അവരും 8.35 കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ് ടു 1 crore വരെ 0.25% ഓഫ് ലോൺ എമൗണ്ടിൽ അവർ പ്രോസസ്സിംഗ് ഫീസായിട്ട് എടുക്കുന്നതാണ്. പ്ലസ് GST ആണ്. മാക്സിമം ഒരു 15,000 രൂപ വരെ എടുക്കത്തുള്ളൂ. നാലാമത്തെ ബാങ്ക് നമ്മൾ എടുക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശരിക്കും 8.35% അവർ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ 0.50% ലോൺ എമൗണ്ടിന്റെ പ്രോസസ്സിംഗ് ഫീസായിട്ടും അവർ എടുക്കുന്നതാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് കാനറ ബാങ്ക് ആണ്. അവർ 8.40% അവർ ലോൺ തരുന്നത്. അതുപോലെ തന്നെ 0.50 ലോൺ എമൗണ്ടിന്റെ പ്രോസസ്സിംഗ് ഫീസും അവർ എടുക്കുന്നതാണ്. ആറാമത്തെ നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരുടെ പലിശ എന്ന് പറയുന്നത് 8.50 ആണ്. അതുപോലെ തന്നെ 0.35% അവരുടെ പ്രോസസ്സിംഗ് ഫീസ് ഉള്ളൂ. പ്ലസ് അവർക്ക് GST വരുന്നതാണ്. അടുത്ത ഒരു ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 8.50 തന്നെയാണ് അവരുടെയും ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ തന്നെ 0.50% പ്രോസസ് ഫീസും പ്ലസ് അവർക്ക് GSTയും കൂടെ വരുന്നതാണ്. മൂന്നാമത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് 8.70% ആണ് അവരുടെ പലിശ റേറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അവർ അപ് ടു 0.50% ഇൻട്രസ്റ്റ് റേറ്റും അവരെടുക്കും. പ്ലസ് അതിൻ്റെ ടാക്സസും അവർ പ്രോസസ്സിംഗ് ഫീസായിട്ട് എടുക്കുന്നതാണ്. പിന്നെ അടുത്ത 9 എന്ന് പറയുന്നത് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആണ്. അവരുടെ 8.70% ആണ് അവരുടെ പലിശ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എന്ന് പറയുന്നത് സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ 0.50% പ്ലസ് ടാക്സ് ഇവർ പ്രോസസ് ഫീസായിട്ട് എടുക്കും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ അവർ 1% പ്ലസ് ടാക്സ് ആണ് അവർ എടുക്കുന്നത്. പിന്നെ അടുത്തത് ഫെഡറൽ ബാങ്ക് ആണ്. 10ാമത്തെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ 8.80% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ 0.50% ലോൺ എമൗണ്ടിന്റെ അവർ പ്രോസസ്സിംഗ് ഫീസായിട്ട് എടുക്കും. മിനിമം ഒരു 10,000 രൂപയും മാക്സിമം 20,000 രൂപയാണ് അവരുടെ പ്രോസസ്സിംഗ് ഫീസിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഹോം ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹോം ലോണിന്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു 3 കാര്യങ്ങളാണ്. അപ്പം നോക്കിയിട്ട് മാത്രം ഹോം ലോൺ എടുക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അത് തന്നെ അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഈ വിവരങ്ങളെല്ലാം എനിക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് ഡയറക്റ്റ് ചർച്ച ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക. ബിക്കോസ് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ചാൻസുകൾ ഉണ്ടാകും. ഈ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബാങ്കുകാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.